നമസ്കാരം സുഹൃത്തുക്കളെ. ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാൻ ശാന്തതയിലേക്ക് കടക്കുകയാണോ, അതായത് പ്രതിഷേധങ്ങൾക്ക് നിയന്ത്രണ വിധേയമായോ, ട്രംപിന്റെ ആഹ്വാനം സഹായം വരുന്നു എന്നുള്ള ആഹ്വാനമാണോ ഇതിനെല്ലാം പുറകിൽ കാരണം ഏകദേശം 10-25,000 പേര് മരിച്ചു എന്ന് പറയുന്നു. നമ്മൾ കണ്ടതാണ് ഡെഡ് ബോഡി. ഇതിന്റെ പുറകിൽ കാരണക്കാരൻ ട്രംപാണോ കൊലയ്ക്ക് കൊടുത്തിരിക്കുന്നത്? ഇനി എന്തായി തീരും? ഇതൊരു രണ്ടു കൂട്ടരും തന്ത്രങ്ങൾ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി ഒരു പിന്മാറ്റമാണോ? ഇറാനിലുള്ള വിവരങ്ങൾ പുറത്തു വരിക അസാധ്യമാണ്. കംപ്ലീറ്റ്ലി ഇൻഫർമേഷൻ ബ്ലാക്ക് ഔട്ടാണ്. ഇന്റർനെറ്റ് ഇല്ല, സ്റ്റാർലിങ്ക് ജാം ആയിരിക്കുന്നു. പക്ഷേ അമേരിക്കൻ മാധ്യമങ്ങൾ ഒരുപാട് പേരെ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് തിങ്കളാഴ്ചയ്ക്ക് ശേഷം പ്രതിഷേധങ്ങൾ ശമിച്ചിരിക്കുന്നു. നമ്മൾ കണ്ട തെരുവിൽ ജനങ്ങൾ നമ്മൾ കണ്ടതാണ്, നിറഞ്ഞിരിക്കുന്ന ആ തെരുവുകൾ ശൂന്യമായിരിക്കുന്നു. അതിന് കാരണം എന്താണ് നമുക്ക് പറഞ്ഞു വരാം. പഴയ പോലെ പ്രതിഷേധങ്ങളില്ല, മർദ്ദനങ്ങളില്ല, അടിച്ചമർത്തലില്ല, വെടിവെപ്പുകളില്ല. അതിന് കാരണം ഈ പറയുന്ന ഖമേനി സർക്കാരിൻ്റെ ഈ ഒരു അടിച്ചമർത്തൽ, അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ച ഒരു രീതി, അത് ആദ്യ 5-6 ദിവസങ്ങൾ വലിയ കാര്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കെതിരെ നടപടി വന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ സിറ്റിയിലേക്ക് പടർന്നപ്പോൾ അവസാനം ഖമേനി സർക്കാർ നടപടിയെടുത്തു. എന്താണ് ആ നടപടി എന്ന് പറയുന്നത്? ലൈവായിട്ടുള്ള വെടിവെപ്പ്, മർദ്ദനം, തൂക്കിക്കൊല, അറസ്റ്റ്, കംപ്ലീറ്റ്ലി ഇൻഫർമേഷൻ ബ്ലാക്ക് ഔട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തു. കാരണം നഗരങ്ങളിലേക്ക് പടരാൻ കോർഡിനേഷൻ പറ്റിയില്ല. അതായത് പല ഹാൻഡ്ലേഴ്സ് ഉണ്ടായിരിക്കാം, മൊസാദും CIA-യും പല ആളുകൾക്കും ഹാൻഡ്ലേഴ്സിന് കാണുമായിരിക്കും. അവർക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റാണ്ട് വന്നപ്പോൾ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ടാണ് ഒരു തരത്തിൽ ഇതിനെ തകർക്കാൻ സഹായിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ എന്തുപറ്റി? ജനങ്ങൾ വരവ് നിർത്തി. കാരണം സർക്കാർ അനുകൂല മാധ്യമങ്ങളിൽ മുഴുവൻ കാണിച്ചിരുന്നത് ഈ മോർച്ചറിക്ക് വെളിയിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് ബോഡികൾ, അത് ജനങ്ങളെ പേടിച്ചിരിക്കുകയാണ്. ജനങ്ങൾ പേടി കൊണ്ട് പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. ശക്തമായി ഖമേനി സർക്കാർ വിജയിച്ചു കാര്യത്തില്ല. കാരണം വെടി ഉയർത്തു, ആയിരക്കണക്കിന് പേരെ മരിച്ചു പോയിരിക്കുന്നത്. ഇവിടെ ചിന്തിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, സഹായം വരുന്നു എന്ന് ആദ്യ നാളുകൾ വിളിച്ചു പറഞ്ഞ ട്രംപ് എന്തിനു വേണ്ടിയാണ് വിളിച്ചു പറഞ്ഞത്? ആ ആഹ്വാനം കൊണ്ടാണോ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി ഈയാമ്പാറ്റകളെ പോലെ വെടികേറ്റ് വീണത്? ഇതിന്റെ പുറകിൽ അമേരിക്കയുടെ കരങ്ങളുണ്ടോ? കാരണം എന്ത് സഹായമാണ് ട്രംപ് ഉദ്ദേശിച്ചിരുന്നത്? നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്താ ഉദ്ദേശിച്ചിരുന്നത്. എന്തോ ഉദ്ദേശിച്ചു എന്ന് പക്ഷെ കൊടുക്കാൻ സാധിച്ചോ? ട്രംപിനെ കൂച്ചുവിലങ്ങോട്ട് പൂട്ടിയോ? എന്താണ് ഇതിന്റെ കാരണക്കാരൻ? ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അടിച്ചമർത്തലുകൾ തെരുവുകളെ ശാന്തമാക്കാം, പക്ഷേ അസന്തോഷം ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം ജനങ്ങൾ സന്തോഷവാന്മാരാണോ? എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. ഇല്ല എന്ന് അവിടുന്ന് ആളുകൾ പറയുന്നു, സൂചനകൾ വരുന്നു. പക്ഷേ അതിന്റെ നമുക്ക് അറിഞ്ഞുകൂടാ. ഇറാനിലെ ഇത് പുതിയ കാര്യമൊന്നുമല്ല. അടിച്ചമർത്തൽ, പ്രതിഷേധം, നിശബ്ദത, ഇത് നിയന്ത്രണ വിധേയമായി എന്ന് പറയുന്ന ഇറാൻ സർക്കാർ അവരും കുറച്ച് മൃദുവായി മാറിയിരിക്കുകയാണ്. അവർ പറയുകയാണ് വരും ദിവസങ്ങളിൽ തൂക്കിക്കൊല ഇല്ല എന്ന് പറയുന്നു. 26 വയസ്സുള്ള ഒരു പയ്യന്റെ തൂക്കിക്കൊല നീട്ടിവെച്ചിരിക്കുന്നു. എത്ര നാളത്തേക്ക്? നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇറാൻ അടങ്ങിയിരിക്കില്ല. മാസ് എക്സിക്യൂഷൻ ആയിരിക്കും വരാൻ പോകുന്നു. പക്ഷേ പറയാൻ ആഗ്രഹിച്ച വിഷയം എന്ന് പറയുന്നത്, ഇറാൻ നിശബ്ദതയിലേക്ക് എത്തിയിരിക്കുകയാണ്. തെരുവുകൾ ശൂന്യമായിരിക്കുന്നു. പ്രതിഷേധങ്ങളില്ല. ഒരു പരിധിവരെ മുല്ല സർക്കാർ വിജയിച്ചിരിക്കുകയാണ് അടിച്ചമർത്തലില്. പക്ഷെ അമേരിക്ക ഇനി വിശ്വസിക്കാൻ പറ്റുമോ? കാരണം സഹായം തരും എന്ന് പറഞ്ഞ് ട്രംപ് ലക്ഷങ്ങളെ കൊലയ്ക്ക് കൊടുത്തോ? പറയൂ നിങ്ങൾ.